ഹലോ ഗൈസ്, ഇന്ന് സൺഡേ ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ വന്നത് ചായ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ കാപ്പിക്കുള്ള ഇടിയപ്പത്തിനുള്ള മാവാണ് കേട്ടോ ഈ കുഴച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ നല്ല ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല കുട്ടീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ. അവർക്ക് കൊടുത്തതിന് നമ്മളും കഴിച്ചിട്ട് അടുത്ത കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു ഉമ്മ കേട്ടോ. ടൗണിൽ പോയി കപ്പയും ബീഫും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കപ്പ അരിയാനായിട്ട് ഇരിക്കുകയാണ് ഞാൻ. അങ്ങനെ കപ്പയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഉമ്മ ടൗണിൽ നിന്ന് വന്നപ്പോൾ സോഡ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ സോഡ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് അതും കുടിച്ചപ്പോഴത്തേന് അവളിതാ ബീഫ് കറിയൊക്കെ നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ജോലി ഒതുക്കി അവരെയും കുളിപ്പിച്ചിട്ട് വന്ന് അവർക്ക് ചോറ് വേണ്ട ചീനി മതിയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമായിരുന്നേ. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പോയതിന് ശേഷം ഞങ്ങൾ താണ്ടെ ഉമ്മയുടെ അക്കാടെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് ഞങ്ങളെല്ലാവരും കൂടി പോകാനായിട്ട് ഇറങ്ങി. കുറേ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നി എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അവരും ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് മൂവി കാണാം, ആനഹൗണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കാണാമെന്നും പറഞ്ഞിട്ട് വിളിച്ച്. അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലമൊന്നും മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും അക്ക, അണ്ണൻ, അവൾ, ഞങ്ങൾ 4 പേരും ലൈബ്രറി പോകാനായിട്ട് ഇതിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് വരെ നടന്ന് ലൈബ്രറി കഴിഞ്ഞ് പോയിട്ട് അപ്പോഴേ ഞാൻ വീഡിയോ എടുക്കുന്നവരും ഓർത്തെ. അങ്ങനെ നടന്ന് വന്ന് ഞങ്ങൾ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ സംസാരിച്ച് പതിയെ പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു വൈബായിരുന്നു. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പടം കാണാൻ നേരം കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ലേസൊക്കെ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ വീടെത്താറായി കേട്ടോ. ഇനി അവിടെ വീടെത്തിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുക. ഈ കൂട്ടി കുറേ കിളികളുണ്ടായിരുന്നു കേട്ടോ. അതിനെയൊക്കെ പട്ടി പിടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന 2 കുഞ്ഞു കിളികൾ മാത്രമേ ഉള്ളൂ അവിടെ. ഹായ് കാണിട്ട് നോക്കുന്ന ഇവിടെ ഒരാൾ ഞാൻ നോക്കിയപ്പോഴേ വന്നപ്പോഴേ പോയി അടുക്കളയിൽ പോയി മീൻ പൊടിച്ചതൊക്കെ എടുത്ത് കട്ട് തിന്നണം കേട്ടോ. പിന്നെ കണ്ണാടിയുണ്ടപ്പോൾ ഒരു വീഡിയോ, അത് നമുക്ക് പതിവാണല്ലോ. പടം കാണാൻ നേരം കഴിക്കാൻ വാങ്ങിച്ചാണെങ്കിലും ഞങ്ങൾ അതിന് മുമ്പേ ലേസൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ ആണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പടം കാണാൻ കേട്ടോ. പടം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ടതിന് ശേഷം മുന്നിൽ വന്നാണ് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അക്കായ്ക്ക് മുടി വെട്ടണമെന്ന് പറഞ്ഞാൽ അണ്ണനെ ഏൽപ്പിച്ചത്. പക്ഷേ അണ്ണനെ കൊണ്ടത് പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ ആ ദൗത്യം ഷക്കിലമ്മായി നാസയൊക്കെ ഏൽപ്പിച്ചു. ഷക്കിലമ്മ പുഷ്പം പോലെ പെട്ടെന്ന് മുടി വെട്ടും കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറിപ്പ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഫോണിൽ പിടിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പത്തിന് ശക്കലാമ്മ നല്ല ചൂടും മൊരിഞ്ഞ ഏത്തക്കാപ്പവും കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നു. അതിന് ഞങ്ങളെല്ലാം അത് കഴിക്കാനായിട്ടിരിക്കുമായിരുന്നു വെളിയിൽ വന്നിട്ട്. ചൂടുള്ള സാധനം ഈ മനുഷ്യരെടുത്ത് വെച്ച് തിന്ന് നോക്കിയിരിക്കുന്നത് പകുതിയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ കട്ടനും ഏത്തക്കാപ്പൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ വൈബടിച്ച് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. കുഞ്ഞിനൊട്ടും വയ്യായിരുന്നു, പനിയാണ് കുഞ്ഞിന്. അങ്ങനെ പിന്നെ അതാ വയ്യാത്തോണ്ട് കൈ കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കഴിക്കാൻ ഇതെന്തോ കഴിക്കുന്നേ? ചോറും കറി വേണോ? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടേ. അതിനെ അടുത്ത് ഉണ്ടാക്കി കൊണ്ടുപോവാ.
സൂപ്പർ, കൊള്ളാം കേട്ടോ. ഈ സാധനം ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ ഷക്ലാമ്മയ്ക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഷക്ലാമ്മയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ട ഈ ഒരു കുഞ്ഞു ചരുവം, ഈ ഒരു ചീനിച്ചട്ടി, പിന്നെ ആ ചരുവത്തിന് അടപ്പുണ്ടായിരുന്നേ. പിന്നെ കണ്ട ഈ കലത്തിനൊരു അടപ്പുണ്ട്. പിന്നെ ഒരു ചട്ടവും കൂടി ഉണ്ട് കേട്ടോ. അത് ഷക്ലാമ്മ എവിടാണ്ട് വെച്ചേക്കുമെന്നൊന്നും കണ്ടില്ല. അപ്പോൾ ഇതിന് ഇത്രയും 200 രൂപയും കണ്ടായിരുന്നു. അടുപ്പ് കൂട്ടണോ? എവിടെ അടുപ്പ് കൂട്ടും? താഴെ വീടില് താഴെ പോയത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.